ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്നത് കൊടിയ പീഡനമാണെന്നാണ് പരാതി. ഇവിടെ സ്വാതന്ത്ര്യമില്ല, അവർക്ക് മതസ്വാതന്ത്ര്യമില്ല, മതപീഡനം, ന്യൂനപക്ഷ പീഡനം എന്നൊക്കെയാണ്. സർ, ചൈനയിൽ എന്താണ് സർ? ഭയങ്കര സ്വാതന്ത്ര്യമാണ് മുസ്ലിം. ഒന്നാമത് ചൈനയിൽ മതസ്വാതന്ത്ര്യം ആർക്കുമില്ല. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന നിലക്ക് മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല. കത്തോലിക്ക ബിഷപ്പുമാരെ വരെ പാർട്ടി നിയമിച്ചു കൊടുക്കുകയാണ്. പാർട്ടി നിയമിക്കുന്ന ബിഷപ്പുമാരാണ് കത്തോലിക്ക ബിഷപ്പുമാർ. അവർ അവിടെ പഠിപ്പിക്കുന്നത് മാർക്സിസമാണ്, അല്ല ബൈബിളല്ല. ഇനി ബൈബിളാണെങ്കിൽ തന്നെ ബൈബിളിൻ്റെ എഡിറ്റഡ് വേർഷനാണ്. ഇതേ മദ്രസ വിദ്യാഭ്യാസം അവിടെ നിരോധിതമാണ്. ഇല്ല, അങ്ങനൊരു സംഭവത്തെക്കുറിച്ചേ നിങ്ങൾ ആലോചിക്കേണ്ട. കാരണം മതവിദ്യാഭ്യാസം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട്, അവർ കമ്മ്യൂണിസ്റ്റ് ആശയഗതികളിൽ വിശ്വസിക്കുന്നത് കൊണ്ടും അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടും മറ്റേ സ്വാതന്ത്ര്യമില്ല. മതസ്വാതന്ത്ര്യം അവിടെ ഇല്ല. അതിലൊരു വലിയ കക്ഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയ്ഗസ് മുസ്ലിംസ് എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഉയ്ഗർ എന്നൊക്കെ പറയാറുണ്ട്. ഉയ്ഗർ എന്നല്ല, ശരിക്കും പ്രൊനൗൺസിയേഷൻ ഉയ്ഗസ് എന്നാണ്. അത് അങ്ങനത്തെ ഒരു വല്ലാത്ത പ്രൊനൗൺസിയേഷനാണ്. ഇംഗ്ലീഷിൽ വരുമ്പോഴേക്കും UYGHUS എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അത് അതിൻ്റെ പ്രൊനൗൺസിയേഷനുമാണ് ഉയ്ഗസ് എന്നാണ് പ്രൊനൗൺസിയേഷൻ എന്നുള്ള കാര്യം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടി. ഇവർ തുർക്കിയിൽ നിന്ന് വന്നിട്ടുള്ള സുന്നി മുസ്ലിംസാണ്. ഇവർക്ക് തീവ്രമായ രീതിയിൽ മതം ആചരിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിംസാണ്. ഏതാണ്ടൊരു 10 ലക്ഷത്തോളം പേര് അവിടെ ഉണ്ട്. 10 ലക്ഷത്തിൽ കുറച്ച് കൂടും. ഇവരെ ഓരോ തടങ്കൽ പാളയത്തിലാക്കിയിരിക്കുകയാണ് പ്രധാനമായിട്ട്. അവരുടെ മക്കളെ ചെറുപ്പത്തിലേ തന്നെ 3 വയസ്സാകുമ്പോൾ തന്നെ കൊണ്ട് ബോർഡിങ്ങിലാക്കും. അത് കഴിഞ്ഞാൽ വല്ലപ്പോഴും അച്ഛനമ്മമാർക്ക് അവിടെ പോയി കാണാം എന്ന് മാത്രമേ ഉള്ളൂ. ഈ കുട്ടികൾക്കൊന്നും മതവിദ്യാഭ്യാസം കൊടുക്കുന്നില്ല, ഒറ്റ കാരണവശാലും ഇല്ല. ഈ സുന്നി പാരമ്പര്യം ഇവർക്കുള്ളത് കൊണ്ട് ഇവർ എപ്പോഴും മതത്തിൻ്റെ അനുഷ്ഠാന മാതൃകകളൊക്കെ അനുസരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിനവർക്കിപ്പോൾ അവസ്ഥ അവിടെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിടിച്ചിട്ട് തടവിലിട്ടേക്കാണ്. അവരുടെ കുടുംബത്തെ ഇതാക്കി നിർബന്ധിതമായിട്ടുള്ള മതനിരാസം ഇവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടുത്തെ രഹസ്യ പോലീസ് ഒരു കാര്യം കണ്ടെത്തി. ഇവർ അക്രമാസക്തമായ രീതിയിൽ മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വിശാലമായ ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനത്തിലെത്തി. എന്തായിരുന്നു ആ തീരുമാനം? ഈ അതിതീവ്രമായിരിക്കുന്ന മതമൗലികവാദത്തെ അടിച്ചമർത്തണം എന്നൊരു തീരുമാനമെടുത്തു. ഇനി ഇവർക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിലാണെങ്കിലോ അവർക്ക് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് പ്രവർത്തിക്കാം എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയങ്ങളിൽ പ്രവർത്തിക്കാൻ അവർക്ക് അധികാരമില്ല. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, കുറേ പേര് 10,000 ചെറുപ്പക്കാരെ ടാങ്ക് വെച്ച് കൊന്നതൊരു സംഭവം സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, മതസ്വാതന്ത്ര്യമില്ല, മനുഷ്യാവകാശങ്ങളില്ല, ഇതൊന്നും ചൈനയിൽ ആർക്കുമില്ല. പക്ഷേ ഈ മുസ്ലിങ്ങൾക്കിത് വേണം എന്ന് പറഞ്ഞപ്പോഴേക്കാണ് 10 ലക്ഷം പേരെ തടവിലാക്കിയത്. 10 ലക്ഷം പേര്? ഒരുപാടുണ്ടല്ലോ അവിടെ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലം 1.6 അല്ലേ ബില്ല്. അപ്പോൾ ഈ 1.6 ഉള്ളതിൻ്റെ പേരിൽ 160 കോടി ഉള്ളതിൻ്റെ പേരിൽ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലല്ലോ, 1 കോടി പോലും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ 10 ലക്ഷം പേർക്ക് അവർ മതസ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല, അവരെ തടങ്കലിലാണ്. അവർക്ക് രാഷ്ട്രീയ അവകാശങ്ങളില്ല, അവരുടെ കുടുംബം ഇതാകുന്നു. അതുകൂടാതെ ഇവരുടെ പ്രസവം തടഞ്ഞു, നിർബന്ധിത വന്ധ്യംകരണം നടത്തി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരു ചെറിയ പരാതികൾ കൊടുത്താലോ എന്ന നിലക്ക് പരാതികൾ വന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സംഘം, അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘം, ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ.
അവരെല്ലാം ഇത് ചൈനയെ അപലപിച്ചു എന്ന് ചൈനയും പറഞ്ഞു. ചൈനയെ അപലപിക്കാം, അവർക്ക് അപലപിക്കാം, പക്ഷേ ചൈന അവരുടെ നിലപാടിൽ നിന്ന് മാറ്റമില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. പിന്നെ ഇത് ഈ പറയുന്നവർ ഈ പറഞ്ഞ മനുഷ്യാവകാശമൊക്കെ അനുവദിക്കാറുണ്ട്. അതും ഒരു ചോദ്യമാണല്ലോ. മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ അവിടെ അമേരിക്കക്കാർക്ക് മാത്രമുള്ള അവകാശമല്ലല്ലോ, ലോകത്തെ എല്ലാവർക്കും ഉള്ള അവകാശമാണല്ല. അപ്പോൾ മറ്റേ ഗ്രീൻലാൻഡിലുള്ളവർക്ക് മനുഷ്യാവകാശം വേണമല്ല, അതെ വേണ്ടേ? പക്ഷേ ഗ്രീൻലാൻഡിലുള്ളവർക്ക് മനുഷ്യാവകാശം അനുവദിച്ചു കൊടുക്കാൻ അമേരിക്കൻ തയ്യാറല്ല. അപ്പോൾ ഈ മനുഷ്യാവകാശത്തെക്കുറിച്ച് വലിയ വാക്കിൽ പ്രസംഗിക്കുന്നവരും പറയുന്നവരും ആരും തന്നെ അങ്ങനെ മനുഷ്യാവകാശങ്ങൾ കൊടുക്കുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൽ ഇത്രയേറെ പീഡനം അനുഭവിക്കുന്ന ഒരു മുസ്ലിം വിഭാഗം ലോകത്ത് വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അത്ര ഭീകരമായ പീഡനമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. കുടുംബം നിവൃത്തിയില്ല, നിർബന്ധിത വന്ധ്യംകരണം, മതവിദ്യാഭ്യാസത്തിന് സാധ്യതയില്ല, ഖുറാൻ പാരായണത്തിന് സാധ്യതയില്ല, മോസ്ക് 10,000-ഓളം മോസ്ക് നശിപ്പിച്ചിട്ടുണ്ട്. അത്ര ഇല്ല അവിടെ. അപ്പോൾ മോസ്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ മത ആരാധനാ കേന്ദ്രങ്ങളില്ല. രഹസ്യമായിട്ട് ആരെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ വധിക്കപ്പെടുന്നുണ്ട്, ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇടയ്ക്കൊരു ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ചൈനയിൽ പോയ ഒരാൾ പറയുന്നതാണ്, അവിടുത്തെ ഖുറാൻ ഉണ്ട്, അവിടെ ഖുറാൻ ഉണ്ട്, പക്ഷേ ആ ഖുറാനിൽ നിന്ന് അപരവിദ്വേഷം, ക്രൂരത, വയലൻസ്, ഈ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ടുള്ള ഒരു ഖുറാനാണ്. ബൈബിളും എഡിറ്റഡാണ് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നാൽ ഖുറാനിൽ വല്ലതും ബാക്കി ഉണ്ടാവുമെന്ന് ചോദിച്ചു. വളരെ ചെറിയ ബുക്കാണ്. സത്യമാണത്, എഡിറ്റഡാണ്. കാരണം അവരുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും അവരുടെ സിദ്ധാന്തത്തിൻ്റെ സുഘടിതമായ നിലനിൽപ്പിനും വിഘാതം എന്ന് തോന്നുന്ന ഒന്നും അവരനുവദിക്കില്ല. ഇവർ ഈ പ്രജനനം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ നിർബന്ധിത വന്ധ്യംകരണം. അപ്പോൾ കുടുംബമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, കുടുംബമില്ല. കുട്ടികളെ ബോർഡിങ്ങിലാക്കി പഠിപ്പിക്കുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, അവർക്ക് നല്ല ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഈ ചെറുപ്പത്തിലേ കിട്ടേണ്ട മദ്രസ വിദ്യാഭ്യാസം ഇല്ലാത്ത കാരണം അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് യാതൊന്നും അറിയില്ല. പിന്നെ അത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ മറ്റതില്ല, സർക്കംസെഷൻ ഇല്ല, സുന്നത്തില്ല, പിന്നെ വെള്ളിയാഴ്ച പ്രസംഗങ്ങളില്ല, 5 നേരം നിസ്കരിക്കലില്ല. അപ്പോൾ മതപരമായ ആചാരങ്ങളിൽ നിന്നും സമ്പൂർണമായി കട്ട് ഓഫ് ചെയ്യപ്പെട്ട, വേർപിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനതയായിട്ട് ഈ മുസ്ലിങ്ങളുടെ അനന്തര അവകാശികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമാധാന മുസ്ലിങ്ങളായിട്ട് മാറിയിരിക്കും. പക്ഷേ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ചൈനയിൽ ഇതുണ്ടെന്ന് പറയുമോ? പറയില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് ഐക്യത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരെന്താ പറയുക, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരെന്നല്ലേ പറയണത്. ന്യൂനപക്ഷങ്ങളെ ചൈനയിൽ സംരക്ഷിക്കുന്ന ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ചൈനയിലെ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ സംരക്ഷിക്കുന്ന സമയത്താണ് ഇവർ ഇന്ത്യയിൽ വന്നിട്ട് പറയണത് ഞങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണെന്ന്. ചെകുത്താൻ വേദം ഓതുന്നു എന്ന് പറഞ്ഞേ കേട്ടിട്ടുള്ളൂ. അത് കാണണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ മൈനോറിറ്റി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴാണ്. കാരണം കമ്മ്യൂണിസത്തിൻ്റെ ശരിയായ രീതിയാണിത്. കാരണം കമ്മ്യൂണിസത്തിൽ മതമില്ല, മതത്തിന് സ്ഥാനമില്ല. പിന്നെ അത് എവിടെ നിന്ന്? വ്യാജ കമ്മ്യൂണിസ്റ്റുകളാണ് മതം കൊണ്ടു നടക്കുന്നവർ. അതിലൊരു ഉദാഹരണമാണ് നമ്മുടെ കടകംപള്ളി. കാരണം കടകംപള്ളി പറഞ്ഞത് ഏതോ ക്ഷേത്രത്തിലെ ഭദ്രകാളിക്ക് ശക്തി ഉണ്ടെങ്കിൽ കടകംപള്ളിയുടെ ശത്രുക്കളെല്ലാം അനുഭവിക്കുമെന്നാണ് പറഞ്ഞത്. പാർട്ടിയുടെ ശക്തി വെച്ച് ചെയ്യുമെന്നല്ല പറഞ്ഞത്, ഭദ്രകാളിക്ക് ശക്തി ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ ഈ പറയുന്ന അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുമല്ല.
അവരുടെ ലക്ഷ്യം വേറെയാണ്. പക്ഷെ ചൈനയിൽ കമ്മ്യൂണിസത്തിൽ വെള്ളമില്ല. കമ്മ്യൂണിസം കൃത്യമാണ്. ആ കമ്മ്യൂണിസം അങ്ങനെ ഒരുക്കുള്ളൂ. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ അധികാരം ഉണ്ടാകും. അയാൾ പറയുന്നതാണ് ചെയ്യുക. ഇപ്പം ഷീയാണ് അതിൻ്റെ കക്ഷി. ഷീ പറയുന്നത് നടക്കുകയുള്ളൂ. ഷീക്കെതിരെ നിൽക്കുന്നവൻ്റെ കാര്യം പോക്കാണ്. ഷീ എന്നല്ലേ പേര്? അതെ, ഷീ ജിൻപിങ്. ആ, ഷീക്കെതിരെ നിൽക്കുന്നവൻ്റെ കാര്യം പോക്കാണ്. അത് ആര് നിന്ന് കഴിഞ്ഞാലും അവനെ വകവരുത്തും. അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ കമ്മ്യൂണിസം നടപ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു മതത്തിനും ഒരു സ്ഥാനവും ഉണ്ടാകില്ല, ഇപ്പോഴും ഇല്ല.